സോ ഡയറക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ്, ബാബു വാക്ഡ് 20 meters north side. He turned right and walked 10 meters. He again turned right and walked 20 meters. Then he turned left and walked 5 meters. How far he is now and in which direction from the starting point? See, ഇത് ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്കങ്ങ് ആ ഡയറക്ഷൻ വരയ്ക്കാം. സി, തലയ്ക്ക് മുകളിൽ നോർത്തും കാലിലോട്ട് സൗത്തും, നമ്മുടെ വലത്ത് കൈ ഈസ്റ്റും ഇടത്ത് കൈ വെസ്റ്റും, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ശരി. എന്നിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിൽ വരച്ച് നോക്കാം. ബാബു വാക്ക്ഡ് 20 meters നോർത്ത്. ബാബു 20 മീറ്റർ നോർത്തിലോട്ട് നടന്നു അല്ലേ, 20 meters. സോ 20 meters. സോ വരയ്ക്കുമ്പം നമ്മളിപ്പോൾ 20 meters വരയ്ക്കുമ്പം ഒരു വര വരച്ചാൽ 10 metersൻ്റെ കഴിവതും ഒരു പകുതി വരെ വരയ്ക്കുക, പകുതിയായിട്ട് വരയ്ക്കുക. 20 meters. ഓക്കെ, നോർത്ത് സൈഡ്. ഹി ടേൺഡ് റൈറ്റ്. സി, നമ്മളാണ് നമ്മുടെ ഇമാജിൻ ചെയ്യുക. ഞാനാണെങ്കിൽ അല്ലേ, ഹി ടേൺഡ് റൈറ്റ് എൻ്റെ ഈ ഭാഗമാണ്. അപ്പോൾ ടേൺഡ് റൈറ്റ് ആൻഡ് വാക്ക്ഡ് 10 meters അല്ലേ, 10 meters നടന്നു, 10 meters. ഹി അഗെയിൻ ടേൺ റൈറ്റ്. ഞാൻ അവിടെ നിൽക്കുവാണ്, ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ നിൽക്കുക, ഇവിടെ നിന്ന് ഞാൻ റൈറ്റ്, അപ്പോൾ റൈറ്റ് ഇങ്ങോട്ട് താഴോട്ട് ആൻഡ് വാക്ക്ഡ് 20 meters അല്ലേ, 20 meters നടന്നു. ഞാനിവിടെ എത്തി അല്ലേ, എത്തിക്കഴിയുമ്പം ഹി ടേൺഡ് ലെഫ്റ്റ്, അങ്ങോട്ട് അല്ലേ, ലെഫ്റ്റ്, എന്നിട്ട് ആൻഡ് വാക്ക്ഡ് 5 meters അല്ലേ. ഹൗ ഫാർ ഈസ് നൗ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ, എത്ര ദൂരമാണ്, പിന്നെ ഇൻ വിച്ച് ഡയറക്ഷനാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. സി, ഇപ്പോൾ ഇത് 10 ആണെങ്കിൽ ഇതും 10 ആയിരിക്കുമല്ലോ അല്ലേ, ഇതും 10 ആയിരിക്കും. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബാബുവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 10. ഇത് എത്ര, 5. അപ്പോൾ ടോട്ടൽ എത്ര, 15 meter. എങ്ങോട്ടാ, ടുവേർഡ്സ് ഈസ്റ്റ്. ആൻസർ 5. ഓക്കെ.